ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് വർക്ക് ലോഡുണ്ട്, അതുപോലെ വീട്ടിലെ കാര്യങ്ങളും, പിന്നെ കുഞ്ഞിന് എക്സാം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൃത്യമായി പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ മോനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നു. അതിനോടൊപ്പം നമുക്ക് വീഡിയോ പിടിച്ച് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഞാനൊരു 2 ആഴ്ച മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ ഡിഗ്രി പ്രിലിമിനറി എക്സാംസ് ഒരുപാട് തവണ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പക്ഷേ മെയിൻ ലിസ്റ്റിലോട്ട് കയറാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് എങ്ങനെയാണ് ആ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പുള്ളിക്കാരി എന്തൊക്കെ ടൂൾസാണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷനാണ് ചെയ്തതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ ആളിന് വീഡിയോസ് പിടിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെയും ഡിഗ്രി പ്രിലിമിനറി പാസ്സാവാനായിട്ട് അവൾക്ക് കഴിഞ്ഞിരുന്നു. 3 മാസം കൊണ്ടാണ് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. അതിന് അവൾ കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നത്. ഫസ്റ്റ് അവൾ ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യമേ അവളൊരു സിലബസ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നല്ല രീതിയിൽ ആ സിലബസ് ഒന്ന് പഠിച്ചു. സിലബസ് പഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് PSC ചോദിക്കുന്നുള്ളൊരു ഏകദേശ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം തന്നെ അവളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചതായ ടോപ്പിക്സ് എല്ലാം തന്നെ ഒരു ബുക്കിൽ അവൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സിലബസ് നോക്കിയിട്ട് SCERT NCERT പഠിക്കേണ്ട ടോപ്പിക്സും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറഞ്ഞത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾക്കാണ്. അതായത് SCERT NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നല്ല രീതിയിൽ വായിച്ച് എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ആയിട്ടൊരു വായന അത് ഉറപ്പുവരുത്തണം. പിന്നെ അവൾ ഫോളോ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് PSC ബുള്ളറ്റിനാണ്. അവൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും അതുപോലെ ഈ PSC ബുള്ളറ്റിനുമാണ്. അത് അവൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ചെയ്താൽ മാത്രം പോരാ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പഠിക്കുന്നത് മാത്രം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമ്മളത് പഠിച്ചതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസുകളും ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓൺലൈനിലായിട്ട് നമുക്ക് OMR ഷീറ്റിൻ്റെ എല്ലാം ബുക്ക്ലെറ്റ് വാങ്ങാനായിട്ട് കിട്ടും. അതൊന്ന് വാങ്ങി വെച്ചിട്ട് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവളത് വർക്കൗട്ട് ചെയ്ത് നോക്കാറുണ്ട്. തൊഴിൽ വീതിയിലുള്ളതും തൊഴിൽ വാർത്തയിലുള്ളതും. അങ്ങനെ പ്രീവിയസ് ഇയറിൽ അവൾ കഴിഞ്ഞ എല്ലാ എക്സാമുകളും മിക്കവാറും അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും അവൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് മോക്ക് ടെസ്റ്റൊക്കെ എഴുതിയത്. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് അവൾ പറഞ്ഞു. പഠനം സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവളുടെ സ്ട്രോങ് ഏരിയ ബൂസ്റ്റ് ചെയ്യുന്നതിലായിട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ട് മാക്സിമം അവളുടെ സ്ട്രോങ് ഏരിയാസിനെ അവൾ ബൂസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡെയിലി അവൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫോക്കസ് ചെയ്തു. ഡെയിലി ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. 3 മാസം കൊണ്ട് ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അവൾ പറയുന്നത് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഡെയിലി അത് അവൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം പിന്നെ ചെയ്തത് അവൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എക്സാമിൻ്റെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാം ഡേറ്റ് വരെയുള്ള ആ ഒരു സമയം അവൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു 120 ഡേയ്സ് അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 75 ഡേയ്സ് അവൾ പഠിത്തത്തിനായിട്ട്, പിന്നുള്ളൊരു 75 ഡേയ്സ് റിവിഷനായിട്ടാണ് അവൾ യൂസ് ചെയ്തത്. റിവിഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ എക്സാംസ്, പിന്നെ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം റിവിഷൻ ചെയ്യുന്നത്, പിന്നെ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അന്ന് തന്നെ അവൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കമ്പൽസറിയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു തന്നത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ദിവസം പഠിക്കാൻ സാധിച്ചില്ല എന്ന് കരുതി നമ്മൾ തീരെ അങ്ങ് നോക്കാണ്ടിരിക്കരുത്. കാരണം നമുക്കൊരു 5 മിനിറ്റ് ആയാലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ആ ഒരു 5 മിനിറ്റ് പഠിക്കാനായിട്ടുള്ളൊരു ടോപ്പിക്കെങ്കിലും അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനുള്ളൊരു അവസരമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അത് ഡെയിലി നമ്മളത് പഠിത്തത്തിനായിട്ട് ഒരു കുറച്ച് സമയമെങ്കിലും ഒന്ന് വിനിയോഗിക്കുക.
ഉറപ്പായിട്ടും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മളുടെ ഒരു പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് പഠിക്കാനായിട്ട് ഇനിയുള്ള ദിവസമെങ്കിലും ശ്രമിക്കുക. ഇനി പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിലും പഠിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും. ഞാനും അതിൻ്റേതായ ഒരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എൻ്റെ കിട്ടുന്ന ഒരു 15 മിനിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ പഠിക്കുക.